ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു പാട്ട് മാത്രമേ മനസ്സിലുള്ളൂ സാർ. ഈ ഒരു ഒറ്റ പാട്ട് മതിയല്ലോ. 56 ദിവസത്തെ സക്സസ്ഫുൾ തിയേറ്ററിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം OTT ഇറങ്ങിയിരിക്കുകയാണ്. പ്രതീക്ഷ പോലെ തന്നെ ഇതിന് നല്ല നല്ല ട്രോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ട്രോളൊക്കെ കാണാൻ ഭയങ്കര കോമഡിയാണ്. ഇതിന് കിട്ടിയ പുതിയ ലേബൽ എന്താണെന്ന് വെച്ചാൽ ക്രിഞ്ച് മേളം. ഈ സിനിമ കണ്ടവരെ 3 ആയിട്ട് തിരിക്കാം. 1 ഈ പറഞ്ഞ ക്രിഞ്ചെന്ന് തോന്നിയ ആൾക്കാർ, 2 ഈ പടം ഓക്കെ ആണ് അല്ലെങ്കിൽ നല്ല പടമാണ് എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫിൽ നിവിൻ പോളിയൊക്കെ വന്ന് ഈ പടം ഒന്നുകൂടി ഹൈ ആക്കുന്നുണ്ട്, കുറച്ചുകൂടി ഫണ്ണാണെന്നൊക്കെ തോന്നിയ ആൾക്കാർ. 3ാമത്തെ കൂട്ടം, അതായത് ഇവർക്ക് ഈ പടം വല്ലാണ്ട് അങ്ങോട്ട് വർക്കൗട്ടായിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞാൻ. അപ്പോൾ ഇതിൻ്റെ ഈ ഫണ്ണാണെന്ന് പറഞ്ഞ, അതായത് നിവിൻ പോളിയൊക്കെ വന്ന് ഫണ്ണാക്കിയ ഇതിൻ്റെ സെക്കൻഡ് ഹാഫിനേക്കാൾ എനിക്കിഷ്ടം ഇതിൻ്റെ ഫസ്റ്റ് ഹാഫാണ്. അത് എത്രത്തോളം പേർക്ക് അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. സാധാരണ ഞാൻ കേട്ടിട്ടുള്ള എല്ലാവർക്കും ഇതിൻ്റെ സെക്കൻഡ് ഹാഫാണ് ഇഷ്ടം എന്നാണ്. അതുപോലെ ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞൊരു കാര്യമാണ് ഈ പടത്തിൻ്റെ മ്യൂസിക് പോരാന്ന്. സാധാരണ വിനീത് ശ്രീനിവാസൻ്റെ പടങ്ങളിൽ മ്യൂസിക്കെങ്കിലും നന്നാവാറുണ്ട്, ഇതിനെന്ത് പറ്റിയെന്നൊക്കെ കുറേ ആൾക്കാർ പറയണത് കേട്ടു. പക്ഷെ ഞാൻ പറയുന്നു, ഈ പടത്തിന് വേണ്ടി അമൃത് ചെയ്തു വെച്ചത് വളരെ മെമ്മറബിൾ ആയിട്ടുള്ളൊരു വർക്കാണ്. കാരണം ഈ പടത്തിലെ പല ഭാഗങ്ങളിലും അതിനെ ഹൈ ആക്കുന്നതിൽ മ്യൂസിക് വഹിച്ചൊരു പങ്കുണ്ട്. അത് ചെറുതല്ല. ഇതിലെ മധുപകരു സോങ്, അതുപോലെ ജീവിതഗാഥകളെ, പിന്നെ ഇപ്പോൾ എല്ലാവരും ട്രോളുന്ന ജ്ഞാപകം വരെ ആ പടം കണ്ടതിന് ശേഷം ഞാനിപ്പോൾ ലൂപ്പ് മോഡിലാണ് കേട്ടോണ്ടിരിക്കുന്നത്. വിനീത് ശ്രീനിവാസൻ സൈന സൗത്തിന് വേണ്ടി കൊടുത്ത ഇൻ്റർവ്യൂവിൻ്റെ ചെറിയ ഭാഗം ഞാൻ അതിൽ കൊടുക്കാം. അതിന് മുന്നേ ഈ ഇൻ്റർവ്യൂ കണ്ടിട്ടില്ലാത്തവർ എന്തായാലും കാണാൻ ശ്രമിക്കണം. അവർ ഈ പടത്തിന് വേണ്ടി കൊടുത്ത ബാക്കിയുള്ള ഫൺ ഇൻ്റർവ്യൂസ് പോലെയല്ല ഈ ഇൻ്റർവ്യൂ. ഇത് ഭയങ്കര അടിപൊളിയാണ്. അതായത് ഇതിൽ കുറച്ചും കൂടി മ്യൂസിക്കിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഇത് മസ്റ്റ് വാച്ചാണ്, എല്ലാവരും യൂട്യൂബിലുണ്ട്, പോയി കാണണം. ഇതിനെ ഹ്യൂമറാക്കിയാൽ അതിന് കൂടുതൽ റിസപ്ഷൻ ഉണ്ടാവും. അതെ. അപ്പോൾ തട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് റൊമാൻസിൻ്റെ അറൗണ്ട് നമ്മളിങ്ങനെ ഹ്യൂമർ വെച്ച് കളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, ആൾക്കാർക്ക് ആ ക്രിഞ്ച് എന്ന് പറഞ്ഞ ഫീല് വരാഞ്ഞത്. ഹൃദയമൊക്കെ എത്തിയപ്പോഴേക്കും എനിക്ക് കുറച്ചുകൂടെ പേഴ്സണലായിട്ട് എഴുതണം എന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ചുകൂടെ ഹാർട്ട് ഫെൽട്ടായിട്ട് എഴുതാൻ തുടങ്ങി. ഹാർട്ട് ഫെൽട്ടായിട്ട് എഴുതുമ്പോൾ എപ്പോഴും ഭയങ്കര ട്രിക്കിയാണ് അത്. കാരണം നമ്മൾ മനസ്സ് അങ്ങ് പോർ ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ പേപ്പറിലേക്ക് വരിക. അതിന് ഭയങ്കര സത്യസന്ധത ഉണ്ടാവും. അതെല്ലാവർക്കും കിട്ടണമെന്നില്ല. കിട്ടുന്ന ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് കിട്ടും. പക്ഷെ ബാക്കിയുള്ള ആൾക്കാർക്ക് അതല്ലാത്ത റിയാലിറ്റിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇവൻ എന്ത് തേങ്ങയത്. അപ്പോൾ ഇതിൽ വിനീത് പറഞ്ഞ പോലെ ഇത്തരം ഹാർട്ട് ഫെൽറ്റായി എഴുതിയ സിനിമകൾ ചിലർക്ക് ക്രിഞ്ചായിട്ട് തോന്നും. പക്ഷേ എങ്ങാനും വർക്കായി കഴിഞ്ഞാൽ അത്രയും വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അത്. എനിക്കൊക്കെ ആ ടൈപ്പാണ് എനിക്ക് വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ തോന്നിയത്. വിനീതിൻ്റെ ഈ ഒരു മോഡ് ഓഫ് മേക്കിംഗ് ഒരുപാട് പേർക്ക് വർക്കൗട്ട് ആവുന്നതുകൊണ്ടാണ് ഇത് തിയേറ്ററിൽ ഹിറ്റാവുന്നത്. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആണെങ്കിൽ 80 കോടി പ്ലസ് അതിൽ കളക്ഷൻ കിട്ടി. 50+ ഡേയ്സ് തിയേറ്ററിൽ ഓടി. ഈ OTT കാലത്ത് 50+ ഡേയ്സ് തിയേറ്ററിൽ ഓടുക എന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഓടിയിട്ടുള്ളൂ എന്നല്ല, പക്ഷേ നിങ്ങൾ ക്രിഞ്ച് എന്ന് പറയുന്ന ആ പടവും അത് 50+ ഡേയ്സ് ഓടി. അത് ഒരുപാട് പേർക്ക് വർക്കൗട്ടായി. അതിനർത്ഥം ഇത്തരം സിനിമകൾ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടെന്നല്ലേ. പിന്നെ ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിനീത് ശ്രീനിവാസൻ്റെ ഈ കൈൻഡ് ഓഫ് പടങ്ങൾ പക്ക തിയേറ്റർ സ്റ്റഫായിരിക്കും. അതായത് OTT വരുമ്പോൾ ചിലപ്പോൾ നമുക്കത് വർക്കായിക്കൊള്ളുന്നില്ല. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ ഹൃദയം എന്നുള്ള സിനിമ. കാരണം ഹൃദയം എനിക്ക് തിയേറ്ററിൽ കണ്ടിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. പക്ഷേ OTT വന്നതിന് ശേഷം അതിൽ പല സീനുകളും എനിക്ക് ബോറായിട്ട് അല്ലെങ്കിൽ ക്രിഞ്ചായിട്ട് തോന്നി. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തിയേറ്ററിൽ ഭയങ്കര മാജിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു, അങ്ങനെ തന്നെ പറയണം. ഞാനത് 2 വട്ടം തിയേറ്ററിൽ പോയി കണ്ടതാണ്. അതുകൊണ്ട് അത് OTT കാണുന്നില്ലാന്ന് തീരുമാനിച്ചു. കാരണം ആ ഒരു സിനിമയോടുള്ള ഇഷ്ടം പോവാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ പറയുമ്പോഴും വിനീതിനോട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമാണ്. അതായത് ഈ ധ്യാൻ ശ്രീനിവാസൻ്റെ ലുക്കിൽ ഇത്രയും കൺവിൻസിങ് ആക്കിയപ്പോഴും എന്തുകൊണ്ടാണ് പ്രണവിൻ്റെ ലുക്കിൽ ഉഴപ്പിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണില്ല. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇത്രയും ട്രോളുകളൊക്കെ വരുന്നത്. അത് എന്തുകൊണ്ടാണ്? വൈ?